മലയാളത്തിന് അകത്തും പുറത്തും ഒരാമുഖം ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് ശ്രീ സച്ചിദാനന്ദൻ. കവി, നിരൂപകൻ, അക്കാദമിഷ്യൻ, പത്രാധിപൻ, വിവർത്തകൻ, ആക്ടിവിസ്റ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ അരനൂറ്റാണ്ടിലേറെ കാലമായി നിറസാന്നിധ്യവും കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ കൂടിയായ ശ്രീ സച്ചിദാനന്ദനാണ് ഇത്തവണ സോൾ സയൻസിലെ അതിഥി. സച്ചി ഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡൽഹിയിലേക്കുള്ള മാറ്റം പലതരത്തിൽ എനിക്ക് കൂടുതലും പ്രയോജനമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു അനുഭവം, അതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. ആദ്യം വളരെ എംബാരസിങ്, വളരെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു. വളരെ വലിയൊരു നഗരം, അതിൻ്റെ വലിയ ആൾക്കൂട്ടം. ആനന്ദൊക്കെ ബോംബെയിൽ ചെന്നപ്പോൾ ആനന്ദിനൊക്കെ ഉണ്ടായ അനുഭവം ഉണ്ടല്ലോ, ഈ ആൾക്കൂട്ടത്തെ പറ്റിയുള്ള അനുഭവം, നഗരത്തിൻ്റെ ജീവിതത്തിൻ്റെ വേഗം, ഈ കാര്യങ്ങളൊക്കെ ഒരർത്ഥത്തിൽ ചെറിയൊരു പരിഭ്രമം പോലും ആദ്യകാലത്ത് ഉണ്ടാക്കിയിരുന്നു. ഞാൻ അവിടെ ചെല്ലുന്നത് സാഹിത്യ അക്കാദമിയിലെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള ജേണലിൻ്റെ എഡിറ്ററായിട്ടാണ്. അതൊരു ബൈമന്ത്ലി, 2 മാസത്തിലൊരിലൊക്കെ ഇറങ്ങുന്ന ഒരു ബൈമന്ത്ലി, അതിൻ്റെ എഡിറ്ററായിട്ടാണ് ചെല്ലുന്നത്. അത് ഞാൻ സംശയത്തോടു കൂടിയാണ് പോകുന്നത്. അയ്യപ്പ പണിക്കരാണ് എന്നോട് നിർബന്ധിക്കുന്നത്, അവിടെ ഇങ്ങനെ ഒഴിവുണ്ട്, പൊക്കോളൂ, അത് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കും. ശമ്പളമൊക്കെ എനിക്ക് കിട്ടുന്നതിലും കുറവ് ശമ്പളത്തിനാണ് ഞാൻ പോയത് വാസ്തവത്തിൽ. എന്നാലും അതൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഞാൻ കുറേ ആലോചിച്ചപ്പോൾ, പിന്നെ കുടുംബമൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ അവരും അതിനോട് യോജിച്ചു. നമ്മൾ കുറേ കാലമായില്ലേ ഇവിടെ ഇരിഞ്ഞാലക്കുടയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നത്, മാറാം എന്നുള്ള. അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ എത്തിപ്പെടുന്നത്. ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പണം ഒന്നുമില്ല. അവസാനത്തെ ഈ ഉള്ള അല്പം പണം കൊണ്ട് മകളെയൊക്കെ സ്ത്രീധനൊന്നും കൊടുത്തില്ല, എന്നാൽ പോലും ഒരു വിവാഹം നടത്തുന്നതിൻ്റെ സ്വാഭാവികമായിട്ട് ചിലവ്, അത് കഴിച്ചിട്ട് ഒരാളെ ഇഷ്ടമായി. അങ്ങനെ കുട്ടികളെ ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയിരിക്കുക. ഇഷ്ടമുള്ളവർ ഞങ്ങളോട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. 2 കുട്ടികൾ അങ്ങനെ വന്ന് പറഞ്ഞു, ആളുകളെ കൊണ്ട് വന്നു, ഞങ്ങൾക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ആളുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ മിക്കവാറും പൈസയൊന്നും ഇല്ലാതെയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു വീട്, 3 ഒഴിഞ്ഞു പോയിരുന്നൊരു വീടായിരുന്നു. അത് ആനന്ദ് ഞങ്ങൾക്ക് വേണ്ടി ആ വീട് എടുത്തു വച്ചിരുന്നു. അപ്പോൾ ആനന്ദാണ് വന്ന് ഞങ്ങളെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നതൊക്കെ. അങ്ങനെ ആ ചെറിയ വീട്ടിൽ താമസിക്കുന്നു, ലാജ്പത് നഗർ എന്ന് പറഞ്ഞ ഡൽഹി, ദക്ഷിണ ഡൽഹിയുടെ ഒരു ഭാഗത്ത്. അവിടെ നിന്ന് എല്ലാ ദിവസവും ബസ്സിന് സാഹിത്യ അക്കാദമിയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ആദ്യകാലത്തുണ്ടായത്. പക്ഷേ ക്രമേണ അവിടെ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ, പക്ഷേ ഡൽഹിയിൽ അപരിചിതമായിരുന്നെങ്കിലും പരിചിതരായ ഒരുപാട് ആളുകൾ അതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. കാരണം അതിന് മുമ്പ് ഭോപ്പാലിൽ ഭാരത് ഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അന്ന് അശോക് വാജ്പേയി ആയിരുന്നു അതിൻ്റെ ഡയറക്ടറായിരുന്നത്. അവിടെ അതിൽ പല വിഭാഗങ്ങളുണ്ട്. കവിതാ വിഭാഗത്തിൻ്റെ ഡയറക്ടർ ദിലീപ് ചിത്രയായിരുന്നു. സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ ആർട്ട് വിഭാഗത്തിൻ്റെ ഡയറക്ടർ. അവിടെ തന്നെ ഒരു ആദിവാസി മ്യൂസിയം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഏതാണ്ട് ഒരു സ്ഥിര സന്ദർശകനായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഒരുപാട് ഈ ഏഷ്യയിലും ഏഷ്യയ്ക്ക് പുറത്തുള്ള കവികളെ ഞാൻ പരിചയപ്പെടുന്നത്. വലിയ ലോക കവി സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഏഷ്യൻ കവി സമ്മേളനങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊക്കെ പരിചയപ്പെട്ട ഒരുപാട് പേര് ഡൽഹിയിലുള്ള ആളുകൾ, ഇന്ത്യൻ കവികൾ, ഇപ്പോൾ കേദാർനാഥ് സിംഗ്, മംഗളേഷ് ദബ്രാല, അങ്ങനെയുള്ള കുംവർ നാരായൺ, അങ്ങനെയുള്ള ഒരുപാട് കവികൾ, പിന്നെ നിർമ്മൽ വർമ്മ പോലെയുള്ള നോവലിസ്റ്റുകൾ, അങ്ങനെ ഒരു ചെറിയൊരു പരിചിതനൊരു വലയം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ആ വലയമാണ് എന്നെ അവിടെ സംരക്ഷിച്ച് അവിടെ തന്നെ നിർത്തിയതെന്ന് പറയാം. കാരണം ഞാൻ 1 കൊല്ലം ലീവ് എടുത്തിട്ടാണ് ഞാൻ കോളേജിൽ നിന്ന്, ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് പോകുന്നത്. വേണ്ടി വന്നാൽ തിരിച്ചു വരാമെന്നുള്ള മട്ടിൽ അവിടെ ലീനൊക്കെ നിർത്തിയിട്ടാണ് പോരുന്നത്. പക്ഷെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അവിടെ തുടരാം, ഒരുപക്ഷെ അത് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കിയേക്കുന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ ഡൽഹിയിൽ ഞാൻ തുടരുകയും അങ്ങനെ തുടർന്ന് 30 വർഷം ഡൽഹിയിൽ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ജോലി 2006 എൻ്റെ ജോലി വർഷത്തിൽ കഴിഞ്ഞു. വേണമെങ്കിൽ തിരിച്ചു പോരാമായിരുന്നു. പക്ഷെ പല കാരണങ്ങളുണ്ട്, കുടുംബപരമായ കാരണങ്ങളുണ്ടായിരുന്നു. ഒരു മകൾ അപ്പോഴേക്കും അവിടെ പഠിക്കുകയും അവിടെ ജോലിയാകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ മകൾ കൂടെ അവൾ ചില അസുഖങ്ങളുള്ള കുട്ടിയാണ്, അവളുടെ കൂടെ ഉണ്ടാവാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രകൃതത്തിന് വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരു പ്രകൃതമുണ്ട്, അതൊരു അസുഖമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ കഥ എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻ്റെ കൂടെ ജോലി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട്
ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവർ വിളിച്ചു, ഞങ്ങളൊരു ട്രാൻസ്ലേഷൻ വകുപ്പ് തുടങ്ങാൻ പോകണം, അതിൻ്റെ ഡയറക്ടറായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അത് തുടങ്ങാനുള്ള ഹെൽപ്പൊക്കെ ചെയ്താൽ മതി, ഒരു 1-2 വർഷം അവിടെ ഉണ്ടാവണം. അങ്ങനെ 2 വർഷം അവിടെ ഇരുന്നു. പിന്നെ വേറെ ചില സാർക്കിൻ്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, ബിയോണ്ട് ബോർഡേഴ്സ് ആണ്, അതിൻ്റെ എഡിറ്ററായിട്ട് കുറച്ച് കാര്യം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതൊന്നും ഫുൾ ടൈം ജോലികളായിരുന്നില്ല, ഭാഗികമായിട്ടുള്ള അത്തരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയും അതോടൊപ്പം ഡൽഹിയിൽ പഴയ സുഹൃത്തുക്കളുമായിട്ട് കഴിയുകയും ഒക്കെ ചെയ്തു. ഡൽഹിയുടെ വലിയൊരു മെച്ചം പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഈ വളർച്ചയെ പറ്റി പറയുമ്പോഴൊക്കെ ഞാൻ ലൈബ്രറികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഡൽഹി ലൈബ്രറികളുടെ ഒരു വലിയ നഗരമാണ്. ഒരു അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ സാഹിത്യ അക്കാദമി ലൈബ്രറി തന്നെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം. അതേസമയം പിന്നെ പുറത്ത് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ലൈബ്രറി ഉണ്ട്, മാക്സ് മുള്ളർ ലൈബ്രറി ഉണ്ട്. അങ്ങനെ എല്ലാ ഭാഷകളിലും എല്ലാ പ്രദേശങ്ങളുടെയും എംബസികളിൽ അവരുടേതായ ലൈബ്രറികളുണ്ട്. ആ തരത്തിൽ വളരെ വളരെ വിശാലമായ തരത്തിലുള്ള വായനയുടെ ഒരു ലോകം ഡൽഹി എനിക്ക് തന്നു. ഈ പറഞ്ഞ പോലെ ഈ മുമ്പ് പരിചയം മാത്രം ഉണ്ടായിരുന്ന പല ആളുകളും വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി. സാഹിത്യ അക്കാദമി പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടെ എല്ലാ ഭാഷയിലുള്ള എഴുത്തുകാർ വരും. ആ ഭാഷകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലായിട്ട് ആ ഭാഷകളിലെ സാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അതിൽ നിന്ന് കിട്ടാവുന്ന പരിഭാഷകൾ വായിച്ചും ആളുകളോട് സംസാരിച്ചും ഒക്കെ ഇന്ത്യൻ സാഹിത്യത്തെ പറ്റിയിട്ടുള്ളൊരു പൊതുധാരണ ഉണ്ടാക്കാൻ ആ കാലം വളരെ സഹായിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഡൽഹി എന്നെ കൊണ്ട് ചെയ്യിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം, ഞാൻ അവിടെ പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഈ ഇംഗ്ലീഷിൽ അധികമൊന്നും എഴുതുമായിരുന്നില്ല. അതിനു മുമ്പ് ചില ലേഖനങ്ങളൊക്കെ ആയപ്പണിക്കരൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവിഷ്കാര ഭാഷ. കവിതയുടെ അല്ല, എൻ്റെ ലേഖനങ്ങളും താരതമ്യ സാഹിത്യപരമായിട്ട് അങ്ങനെ എൻ്റെ 6 പുസ്തകങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയ 6 പുസ്തകങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഡൽഹി പോയില്ലെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവിടെ സംവേദനത്തിനുള്ളൊരു പ്രധാനപ്പെട്ട ഭാഷ ഇംഗ്ലീഷായിരുന്നു. സാധാരണക്കാരായിട്ട് സംസാരിക്കും, അത്യാവശ്യം ഹിന്ദി സംസാരിക്കും. പക്ഷേ ഹിന്ദിയിൽ ഇപ്പോഴും എനിക്ക് എഴുതാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇംഗ്ലീഷിലുള്ള എഴുത്തുണ്ടായി. രണ്ടാമത് ഞാൻ ഈ മറ്റ് സാഹിത്യങ്ങളുമായിട്ട്, മറ്റ് ഇന്ത്യൻ സാഹിത്യങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെടുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ ഒരു പരമ്പര തന്നെ, ഞാൻ കബീറിൻ്റെയൊക്കെ പരിഭാഷ ചെയ്യുന്നത് ഇപ്പോഴാണ്. പക്ഷേ പറയുന്നു കബീർ, മീര പാടുന്നു, പിന്നെ അങ്ങനെയുള്ള ഒരു വലിയ പരമ്പരയുണ്ട്. ലാൽദത്ത് അതിർത്തികളെക്കുറിച്ച് സംസാരിക്കുന്നു, നാമദേവൻ ക്ഷേത്രങ്ങളെ നിരാകരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വലിയ പരമ്പരയുണ്ട് ഈ കവികളെക്കുറിച്ചൊക്കെ. ബുള്ളേ ഷാ അത്ഭുതങ്ങൾ കാട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആ കവിതകൾ, 2 കവിതകൾ ഞാൻ ഇവിടെ വെച്ച് എഴുതിയിരുന്നു, കബീർ മീരയും. ബാക്കിയുള്ള കവിതകൾ ഡൽഹി ചെന്ന ശേഷം അങ്ങനെയാണ് അവരെയൊക്കെ വായിക്കാൻ തുടങ്ങുന്നു. അതൊരു പരമ്പരയായിട്ട് മാറുന്നത് ആ കാലത്താണ്. അതേ സമയത്ത് മറ്റ് ഭാഷകളിലെ കവിതയിൽ നിന്നുള്ള പരിഭാഷകൾ ആരംഭിക്കുന്നു. ഹിന്ദിയിൽ എനിക്കുണ്ടായിരുന്ന ചെറിയ ഒരു ജ്ഞാനം കുറച്ചുകൂടി വലുതാവുകയും സമകാലീന ഹിന്ദി കവിതയുടെ ഒരു സമാഹാരം ഞാൻ ആ കാലത്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കവിതയുടെ ഭാഷ, പിന്നെ കവിതയിൽ 2-3 തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു. അതെനിക്കൊരു അവിടെ പോകുന്ന ഏത് നഗരത്തിൽ പോകുന്ന എഴുത്തുകാർക്കും പ്രവാസികൾക്കും ഉണ്ടാകാവുന്നതാണ്. കാരണം ഒരു ഭാഗത്ത് നഗരം ഒരു ഗൃഹാതുരത്വം നമുക്ക് നൽകുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു. അപ്പോൾ എനിക്ക് തീർച്ചയാണ് അവിടെ പോയിരുന്നില്ലെങ്കിൽ ഞാൻ മലയാളം എന്നുള്ള എൻ്റെ നീണ്ട കവിത ഞാൻ ഒരിക്കലും എഴുതില്ലായിരുന്നു. കേരളത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാൻ തോന്നില്ല. കാരണം മലയാളികളുടെ ജീവിക്കുന്ന ഒരു സാധാരണ കാര്യമാണ്. പക്ഷെ മലയാളികൾ അവിടെ ഇല്ലാതിരുന്നിട്ടല്ല, എന്നാലും നമ്മൾ അധികം കേൾക്കുന്നത് ഹിന്ദിയും മറ്റ് ഭാഷകളും, പഞ്ചാബിയും മറ്റ് ഭാഷകളൊക്കെയാണ്. അതുകൊണ്ട് മലയാളം എന്നുള്ള കവിത എഴുതുന്നു. കേരളത്തെ പറ്റിയുള്ള ഒരുപാട് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കവിതകൾ എഴുതുന്നു. പഴശ്ശിക്കൊന്നാന്ന് പറഞ്ഞ പഴശ്ശി രാജയെ പറ്റി അങ്ങനെയുള്ള കുറേ കവിതകളുണ്ട്. വേണമെങ്കിൽ ഒരു പരമ്പരയായിട്ട് കളക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള കേരളത്തെ പറ്റിയുള്ള ഒരുപാട് കവിതകൾ എഴുതുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഡൽഹിയെ പറ്റിയുള്ള കവിതകൾ എഴുതുന്നു. ദില്ലി ദാലി എന്നുള്ള കവിതയാണ് ഞാൻ അവിടെ ചെന്ന് എഴുതിയ ആദ്യത്തെ ഒരു കവിത. അതുപോലെ ഡൽഹിയിലെ പക്ഷികളുടെ ഒരു കവിതയുണ്ട്. അപ്പോൾ ഡൽഹിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കവിതകളുണ്ട്. മൂന്നാമത് ഞാൻ ഏറ്റവും അധികം ലോകയാത്രകൾ ചെയ്തത്, അതിനു മുമ്പേ കുറച്ച് യാത്ര ചെയ്തിട്ടില്ല എന്നില്ല. ഞാൻ റഷ്യയിൽ ഒരു തവണ പോയിരുന്നു. അതുപോലെ സെർബിയ, ക്രൊയേഷ്യ, അന്ന് യൂഗോസ്ലാവിയയുടെ ഭാഗമാണത്. അവിടെ അങ്ങനെ 2 യാത്രയായ പ്രധാനമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്കും ചെയ്തത്. ഗൾഫിലേക്കുള്ള ചില യാത്രകൾ ഒഴിച്ചാൽ. ഇവിടെ ഒമാനിലാണ് ഞാൻ ആദ്യം വരുന്നത്. അപ്പോൾ പക്ഷേ അവിടെ ചെന്നതിന് ശേഷം കവി എന്നുള്ള നിലയ്ക്ക് മറ്റ് ഭാഷകളിലേക്ക് എൻ്റെ കവിതകൾ ഒരുപാട് ആളുകൾ പരിഭാഷപ്പെടുത്താൻ തുടങ്ങി. ഇന്ത്യൻ ഭാഷകളിലേക്ക് എന്നുള്ള പോലെ മറ്റ് ഭാഷകളിലേക്ക് ഓരോ കവികൾ വരും, അവരെൻ്റെ കവിതകൾ കേൾക്കും. അതെനിക്ക് വളരെ ഇഷ്ടമായി, എനിക്ക് നിങ്ങളുടെ കുറേ കൂടി കവിതകൾ അയച്ചു തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അയച്ചു തരും. അങ്ങനെ ഒരുപാട് ഭാഷകളിൽ കവിതകൾ വന്നു. ഞാൻ പറയുന്നത് അറബിയിൽ, ജർമ്മനിൽ, ഇറ്റാലിയനിൽ,
ഇങ്ങനെയുള്ള ചൈനീസിൽ, ജാപ്പനീസിൽ, സ്പാനിഷിൽ, ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും എന്ന് പറഞ്ഞ പോലെ എൻ്റെ സമാഹാരങ്ങൾ, ഒരു കവിതകൾ മാത്രമല്ല സമാഹാരങ്ങളുണ്ട് ഇപ്പോൾ. അതും സംഭവിച്ചത് ഒരു പക്ഷേ ഞാൻ അവിടെ പോയതുകൊണ്ടും ഈ ആളുകളായിട്ട് പരിചയപ്പെട്ടിട്ട് അവർക്ക് എൻ്റെ കവിത കേൾക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഒക്കെയാണ്. ഞാൻ ഒരിക്കലും ഒരാളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്തിലെങ്കിലും ചെയ്യാൻ, അത് ചെയ്യൂ എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടില്ല. പക്ഷെ അവർ ഇങ്ങോട്ട് ചോദിക്കും, കവിതകൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ച് കേട്ട് ഇഷ്ടമായി, എനിക്ക് കുറേ കൂടി കവിതകൾ അയച്ചു തരും, എനിക്ക് എൻ്റെ ഭാഷയിലേക്ക് ആക്കാനാണെന്ന് പറയാം, വായിച്ചു കൊടുക്കും. അങ്ങനെയുള്ള, അപ്പോൾ അങ്ങനെ അനേകം ഭാഷകളിൽ കവിതാ സമാഹാരങ്ങൾ വരാനും അതിൻ്റെ കൂടി ഭാഗമായിട്ട് മിക്കവാറും ആ ദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യും. 6 ഭൂഖണ്ഡങ്ങളിൽ ഏതാണ്ട് 36 രാജ്യങ്ങളിൽ ഞാൻ ആ കാലത്താണ് പ്രധാനമായിട്ടും സഞ്ചരിക്കാൻ ഇട വന്നത്. അപ്പോൾ അത് വലിയ അനുഭവമായി. ഈ യാത്രകളൊക്കെ എനിക്ക് കവിത അറിയാം. ഈ യാത്രകളെല്ലാം എനിക്ക് കവിത, ഞാൻ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ യാത്രാ വിവരണങ്ങളിൽ പറയാൻ പറ്റാത്ത വെച്ചാൽ കൂടുതൽ ആന്തരികമായ അനുഭവങ്ങൾ ഈ യാത്രാ കവിതകളിലാണ് ഉള്ളത്. യാത്രാ കവിത അതൊരു പ്രത്യേക കവിതാഗണം, ഷോൺർ തന്നെയാണെന്ന് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സിംലയിൽ, പിന്നീട് ഞാൻ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ തന്നെ സിംലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ എന്നെ വിളിച്ചൊരു അവർ നാഷണൽ ഫെല്ലോസ് എന്ന് പറഞ്ഞ ചില ആളുകളെ ഇങ്ങനെ വിളിക്കും. എനിക്ക് മുമ്പ് ഒരു ഹിന്ദി എഴുത്തുകാരിയായിരുന്നു കൃഷ്ണ സോപ്തി. അതിനുശേഷം അവർ എന്നെ വിളിച്ചു. അപ്പോൾ അവിടെ വെച്ച് ചെല്ലുമ്പോൾ ഒരു പ്രോജക്റ്റ് എടുക്കണം. അവിടെ ഞാൻ എടുത്ത പ്രോജക്റ്റ് ഈ ട്രാവൽ പോയട്രി ആയിരുന്നു. അപ്പോൾ അതിൽ അപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്, ഈ യാത്രാ കവിതയ്ക്ക് അതിൻ്റെ ഒരു ഈസ്തെറ്റിക്സും അതിൻ്റെ ഒരു അനുഭവ ലോകവും ഒക്കെ ഉണ്ടെന്നുള്ള ചിന്ത. അതിനെപ്പറ്റി ഞാൻ വളരെ ദീർഘമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷിലാണ് ആ ലേഖനം, ട്രാവൽ പോയട്രിയെ പറ്റിയിട്ടുള്ള ഒരു ലേഖനവും. അതിൻ്റെ കൂടെ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ട്രാവൽ കവിതകളുടെ ഇംഗ്ലീഷ് തർജ്ജമ, ഇതാണ് ഞാൻ എടുത്ത പ്രോജക്റ്റ്. അതൊരു പുസ്തകമായിട്ട് പിന്നീട് വന്നു. ട്രാവൽ പോയിൻറ്റ്സ് മാത്രമായിട്ട് പിന്നീട് ഇംഗ്ലീഷിൽ ഒരു പുസ്തകമായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഈ അനുഭവങ്ങളാണ് അവിടെ ചെന്നതിന് പ്രധാനമായിട്ടും വ്യത്യാസം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ദേശീയം എന്ന് പറയാവുന്നൊരു കാഴ്ചപ്പാട്, അതായത് ഒരു സങ്കുചിതമായ ദേശീയത അല്ലെങ്കിൽ ഈ പറയുന്നൊരു ഹിന്ദു രാഷ്ട്ര സങ്കല്പമൊന്നുമല്ല. നേരെ മറിച്ച് കാര്യങ്ങളെ മുഴുവൻ തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ലാതെ കാണാതെ, ഇതൊരു വിമർശനമായിട്ട് എടുക്കരുത്, പക്ഷേ വിമർശനമാണ് വാസ്തവത്തിൽ. കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ മിക്കപ്പോഴും ഈ രാഷ്ട്രീയത്തെയും എല്ലാത്തിനെയും കാണുന്നത് കേരളത്തിലൊരു കാര്യമായിട്ടാണ്. അവിടെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അത് തമ്മിലുള്ള മത്സരവും ഒക്കെ തന്നെയാണ് പ്രധാനമാണ്. പക്ഷേ ഡൽഹിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുറേ കൂടി അകന്നു നിന്ന് കേരളത്തെ കാണുന്നു, കേരളത്തിൻ്റെ തന്നെ കുറവുകൾ കാണുന്നു, അതിൻ്റെ സങ്കുചിതത്വങ്ങൾ കാണുന്നു. നമ്മളേറ്റവും പുരോഗമിച്ചതെന്ന് വിചാരിക്കുന്ന ഒരു രാജ്യമാണ് അതെങ്കിലും അതിൻ്റെ കുറവുകൾ എന്താണെന്ന് നമുക്ക് വളരെ കൂടുതൽ സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചിന്ത കൂടുതൽ നമ്മുടെ നാഷണൽ പൊളിറ്റിക്സ് എങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഈ ഇലക്ഷനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ തന്നെ ഞാൻ ആലോചിക്കുന്നത് പ്രധാനമായിട്ട് അതാണ്. കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചോ കമ്മ്യൂണിസ്റ്റ് ജയിച്ചോ എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നില്ല. ഇന്ത്യയിലൊരു മാറ്റം വരുന്നു. പഴയ പോലെ ഈ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജയിച്ച ആളുകൾ വാസ്തവത്തിൽ തോൽക്കുകയാണ് ചെയ്തത്, തോറ്റ ആളുകൾ വാസ്തവം ജയിക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം കാണുന്നു. അങ്ങനെയുള്ള ഒരു കാഴ്ച എനിക്ക് തരുന്നതിൽ ഡൽഹിക്ക് വലിയ ഒരു പങ്കുണ്ട്. ദൂരെ നിന്ന് കേരള രാഷ്ട്രീയത്തെയും അതേ സമയത്ത് ഒരു ദേശീയ രാഷ്ട്രീയത്തെയും പൊതുവെ അങ്ങനെ കാണാൻ പ്രേരിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്തെ മറ്റ് ദേശങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുക. കാരണം ഇന്ത്യയിൽ മാത്രമല്ല ഫാസിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും രൂപങ്ങൾ ഇപ്പം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഭരണങ്ങളും നമുക്കറിയാം സമഗ്രാധിപത്യ ഭരണങ്ങളാണ്. അങ്ങനെയുള്ളൊരു കാഴ്ച ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താനും ഇന്ത്യൻ ഒരു ദേശീയ രാഷ്ട്രീയത്തെ കൂടുതൽ വിശാലമായ രീതിയിൽ കാണാനും ഒക്കെയുള്ള ഒരു കണ്ണ്, ഒരു അത്തരത്തിലൊരു കാഴ്ചപ്പാട് അത് എനിക്ക് തരുന്നതിലും ഡൽഹി വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ വിവർത്തനങ്ങൾ ഞാൻ എല്ലാ കാലം ചെയ്തിരുന്നു, പക്ഷേ വിവർത്തനം തുടരുന്നു. ഒരുപാട് ഇന്ത്യൻ കവികളെയും അതിൻ്റെ കൂടെ വിവർത്തനം ചെയ്യുന്നു. നമ്മൾ ഒരുപാട് പേര് പരിചയപ്പെടുന്നു, അവരുടെ പലരുടെയും കവിതകൾ. ചിലപ്പോൾ അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് അതേ ഭാഷയിൽ നിന്ന് നേരിട്ട് ചെയ്യുന്നു, ചിലപ്പോൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഉള്ള പരിഭാഷകളിൽ നിന്ന് പരിഭാഷ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. എൻ്റെ ഈ മറ്റു ഭാഷകളിലേക്ക് പോയ എൻ്റെ കവിതകളുടെ കഥയും അതൊക്കെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ ഒന്നിച്ചിരുന്ന് ചെയ്ത പരിഭാഷകളുണ്ട്. ഇറ്റാലിയനിൽ ചെയ്ത അവർ എൻ്റെ കൂടെ ഇരുന്നിട്ട് വാക്കുകളുടെ അർത്ഥം ചോദിച്ചും വീണ്ടും വായിച്ചു കേൾപ്പിച്ചും ഒക്കെയാണ് പരിഭാഷ ചെയ്തത്. ജർമ്മനിലേക്ക് ചെയ്തത് പിന്നെ ഒരു മലയാളി തന്നെയായിരുന്നു, ജർമ്മൻ പഠിപ്പിക്കുന്ന അന്നക്കുട്ടി എന്ന് പറയുന്ന ജർമ്മനിയിൽ തന്നെ ജീവിക്കുന്ന ബോംബെ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ചിരുന്നു, ബോൺ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചു അവരാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ പരിഭാഷകൾ ഉണ്ടാകുന്നു. കവിതയ്ക്ക് ഒരുപാട് പുതിയ ഡയറക്ഷൻസ്, പുതിയ ദിശകൾ കിട്ടുന്നു. ഈ രാഷ്ട്രീയ ആയിട്ടുള്ള കാഴ്ചപ്പാട് കുറേ കൂടി ഒരു വിശാലമായ രീതിയിൽ കാര്യങ്ങളെ കാണാൻ തുടങ്ങുന്നു.
നാടിനെ ചിലപ്പോൾ ഗൃഹാതുരത്വത്തോടെയും ചിലപ്പോൾ ഒരു തരം വിമർശന ബുദ്ധിയോടെയും കൂടുതലായിട്ട് കാണാൻ തുടങ്ങുന്നു. അതോടൊപ്പം ഡൽഹിയിലെ ജീവിതവും വടക്കേ ഇന്ത്യയിലെ ജീവിതവും എന്താണെന്ന് കൂടുതൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ തിരിച്ചു വന്നു എന്നുള്ളത് ശരിയാണ്, പല കാരണങ്ങളുകൊണ്ട് തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴും ആ 30 വർഷം എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ചിന്തയെ സംബന്ധിച്ചും കവിതയെ സംബന്ധിച്ചും വിവർത്തനത്തെ സംബന്ധിച്ചും രാഷ്ട്രീയമായ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചും. പക്ഷേ ഒരു കാര്യം ഇപ്പം മാഷ് ഈ ഒരു 30 വർഷത്തെ ഈ ഒരു പ്രവാസ ജീവിതത്തിന് ശേഷം വീണ്ടും കേരളത്തിലെത്തി. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളൊരു സ്പേസിനെ നോക്കി കാണുന്നത് പല രീതിയിലും? അതായത് കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പൊ മാഷ് നമ്മൾ ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരു ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മാഷ് ഒരു സഫോക്കേഷൻ വേറെ രീതിയിൽ അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. വാസ്തവ ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാസിയുടെ ഒരു പ്രശ്നം ഇതാണ് തോന്നുന്നത്, നമ്മൾ എങ്ങും കംഫർട്ടബിൾ ആവുന്നില്ല. എനിക്ക് അതായത് അവിടെ ഡൽഹി പോയപ്പോൾ കുറേ കാലമെങ്കിലും എനിക്ക് തോന്നിയോ ഞാൻ വേറൊരു നാട്ടിൽ വരുന്നു, നിരന്തരമായിട്ട് ഹിന്ദി ഇങ്ങനെ ചെവിയിൽ കേൾക്കുന്നു, അപ്പോൾ വേറൊരു തരം സംസ്കാരമായിട്ട് അഭിമുഖീകരിക്കുന്നു, പലതരത്തിലുള്ള ജീവിത രീതികൾ, അതിൻ്റെ ഒരു അസ്വാസ്ഥ്യം, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു തരം ഏകാകിത തന്നെ പറയണം. നമ്മുടെ കൂട്ടമുണ്ട്, ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓരോരുത്തരും ഏകാകികളുടെ കൂട്ടമാണ് വാസ്തവത്തിൽ ആ കൂട്ടം. ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു അന്യതാബോധം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു തരം അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പം തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ ഈ 30 വർഷങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അത് വച്ചിട്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ ഈ ദേശീയ കാഴ്ചപ്പാടൊക്കെ വെച്ച് പറയുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നിയത് ഇപ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇങ്ങനെയല്ല വേണ്ടത്, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കേരളത്തിൽ. പക്ഷേ അങ്ങനെ ഒരു സംഗതി. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഇപ്പോൾ ലൈബ്രറികൾ, സൗഹൃദങ്ങൾ, അങ്ങനെ അവിടെ നമുക്ക് ലഭ്യമായിരുന്ന പലതരം. അപ്പോൾ നമ്മൾ അവിടെ പൂർണ്ണമായി സ്വസ്ഥനായിരുന്നില്ല. കേരളത്തിൽ വന്നപ്പോഴും ഒരുതരം അസ്വസ്ഥതയുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും കേരളത്തിൻ്റേതായിട്ടില്ല. ഇങ്ങനെ രണ്ടിടത്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പക്ഷേ വിധി. എല്ലാ പ്രവാസികളുടെയും കേരളത്തിൽ നിന്ന് പുറത്ത് ജീവിക്കുന്ന, ഇന്ത്യയിലായാലും പുറത്തായാലും ജീവിക്കുന്ന ആളുകളുടെ ഒരു വിധി ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ ചെല്ലുന്നിടത്ത് കംഫർട്ടബിൾ അല്ല മുഴുവനും, തിരിച്ചു ചെന്നാലും നമ്മൾ കംഫർട്ടബിൾ ആകുന്നില്ല. നമ്മുടെ പഴയ പല സൗഹൃദങ്ങളും നഷ്ടപ്പെടുന്നു. എനിക്ക് മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പിന്നെ എന്താ വെച്ചാൽ എഴുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് കേരളത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു, പരിഭാഷ ചെയ്തുകൊണ്ടിരുന്നു, വീക്കിലികളിലൊക്കെ വരുന്നു. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ പോയി പ്രസംഗിക്കുകയും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ കേരളമായിട്ടൊരു ബന്ധം നിലനിർത്തിയിരുന്നതുകൊണ്ട് കുറേയൊക്കെ കേരളത്തിൽ ഞാൻ ഇങ്ങനെ ഒരു അദൃശ്യ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ അങ്ങനെ അല്ലാത്തൊരാളെ സംബന്ധിച്ച് അത് എത്ര കൂടുതൽ കഠിനമായിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. കേരളത്തിൽ കുറേ കാലം കേരളത്തിൽ ഇല്ലാതിരുന്ന, അത് ഡൽഹിയിൽ നിന്ന് തന്നെ വന്ന ഞങ്ങളുടെ ഒപ്പമൊക്കെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഇത് പറ്റില്ല, ഡൽഹിക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ വരുമ്പോൾ അവരേതാണ്ട് അപരിചിതരാണ്. ഡൽഹിക്കാരെന്നാണ് പറയുക, അല്ലെങ്കിൽ അതുപോലെ ഗൾഫുകാരെന്ന് കേരളത്തിലും പറയുമല്ലോ. അതുപോലെ കേരളീയരല്ല അവരെന്നുള്ള മട്ടിപ്പോൾ മുഴുവൻ കേരളീയരല്ല എന്നുള്ളൊരു തോന്നല്. അതുകൊണ്ട് ഞാൻ അവസാനം താമസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഇതുപോലെ പുറത്തു നിന്ന് വന്ന ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ഹരിത ഹോംസ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ കുറേ വില്ലകളും കുറേ ഫ്ലാറ്റുകളും ഉണ്ട്. അവിടെ താമസിക്കുന്ന മിക്കവാറും ഒരു കുടുംബം ഒഴിച്ച് എല്ലാ കുടുംബങ്ങളും ഈ ലണ്ടനിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ ഒക്കെ ജീവിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. ഈ ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ഭൂതത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും രണ്ടും കലർന്നൊരു ജീവിതം അവിടെ അതിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പലതും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ മലയാളികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ തിരിച്ച് ചെന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ വളരെ കൂടുതൽ ഞാൻ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അവർ ഡൽഹിയിൽ നിന്ന് വന്ന ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ്. അതിന് ചില ആനുകൂല്യങ്ങളുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇപ്പോൾ പെൺകുട്ടികൾ എൻ്റെ ചെറിയ മോളൊക്കെ ചെറിയ ഈ ട്രൗസർ പോലത്തെ ഇതൊക്കെ ഇട്ടിട്ടാണ് നടക്കുക. അപ്പോൾ പക്ഷേ അവരത്ര കളിയാക്കില്ല. അവരെപ്പറ്റി പറയാം, ആ കുട്ടി ഡൽഹിയിൽ നിന്ന് വന്നതാണ്. അതുപോലെ ബസ്സിലൊക്കെ കയറിയിരിക്കുമ്പോൾ ആണുങ്ങളുടെ സീറ്റിൽ പോയിരിക്കും. അപ്പോഴും വലിയ കുഴപ്പമില്ല. പക്ഷേ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്നൊരു കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് അതിന് പിന്നിൽ നിന്നിട്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചീത്ത പറയും. ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ പെക്യൂലിയറായൊരു അനുഭവമാണ് ശരിക്കും രണ്ടിടത്തും ജീവിച്ച ആളുകൾക്ക് ഉണ്ടാകുന്നത്. രണ്ടിടത്തും പൂർണ്ണമായിട്ട് ബിലോങ് ചെയ്യുന്നില്ല
എന്നാൽ രണ്ടിടത്തിൻ്റെയും അനുഭവത്തിൻ്റെ കുറേ ശക്തികളും അത് നമുക്ക് തരുന്ന കുറേ ചില ഉൾക്കാഴ്ചകളും അതൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു ഇതാണ് ഒരു എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കേരളത്തിലൊരു പ്രവാസിയാണെന്ന് വാസ്തവത്തിൽ പറയാം. ഡൽഹിയിലായിരുന്നപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് വന്ന ഡൽഹിയിലൊരു പ്രവാസിയായിരുന്നു. ഇപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന കേരളത്തിലൊരു പ്രവാസിയാണ്. അപ്പോൾ ഈ പ്രവാസിത്വം എന്ന് പറയുന്ന എക്സ്പീരിയൻസ് നമ്മൾ ആ ഉള്ള സ്ഥലത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഒരു മനസ്സിലത്തെ ഏതോ ഒരു ഇടമാണത്. ആ ഒരു അതെനിക്ക് തോന്നുന്നില്ല ഇനി മരിക്കുന്നവർ അങ്ങനെ തീരെ പ്രവാസി അല്ലാതെ ഒരു പൂർണ്ണ കേരളീയനാവാൻ ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാള ഭാഷ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ആ ഒരു ഇതുണ്ട്.